ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ബ്ലാക്ക് മെയിൽ. മൂമാര രചനയും സംവിധാനം നിർവഹിച്ച ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ബ്ലാക്ക് മെയിൽ. GV പ്രകാശ് കുമാറും തേജ അശ്വിനിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ഒക്ടോബർ 30 ഇത് OTT റിലീസ് ചെയ്യും. ജസ്റ്റിൻ ടിപ്പിംഗ് സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഹിം. റെന്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഈ മൂവി ഇപ്പോൾ ലഭ്യമാണ്. അടുത്ത മൂവി ടെനമെന്റ്. ഒരു കംബോഡിയൻ നാടോടി മിസ്റ്ററി ഹൊറർ ചിത്രമാണ് ടെനമെന്റ്. ഡിജിറ്റൽ പർച്ചേസിലൂടെയോ അല്ലെങ്കിൽ റെന്റ് ഓപ്ഷനിലൂടെയോ ഇത് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT ലഭ്യമാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഗുഡ് ബോയ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഗുഡ് ബോയ്. ഈ മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിൽ ലഭ്യമാണ്. അടുത്ത മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 31 മുതൽ ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം. ദിൽഷ പ്രസന്നൻ, ജിബ്നു ജേക്കബ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സായി കൃഷ്ണ സംവിധാനം ചെയ്ത മൂവിയാണ് സീ ഓഫ് ലവ് അഥവാ കടലോളം സ്നേഹം. മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം മൂവിയാണ് അഞ്ചാം വേദം. പുതുമുഖം വിഹാൻ വിഷ്ണുവിനെ നായകനാക്കി നവാഗതനായ മുജീബ് ടി മുഹമ്മദ് കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ് അഞ്ചാം വേദം. മനോരമ മാക്സിലൂടെ ഒക്ടോബർ 25 മുതൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു വെബ് സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഡൽഹി ക്രൈമിന്റെ സീസൺ 1, 2 എന്നിവ വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് മൂന്നാമത്തെ സീസണും എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 13 OTT റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് വത്സല ക്ലബ്. കാർത്തിക്, ശങ്കർ, രൂപേഷ്, പീതാംബരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുഷ് മോഹൻ സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് വത്സല ക്ലബ്. മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവർ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ സോണി ലിവ് എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കോടെ ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് മധുരം ജീവാമൃത ബിന്ദു. ലാൽ, വിനയ് ഫോർട്ട്, ബേസിൽ ജോസഫ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷംസു സൈബ, അപ്പു എൻ ഭട്ടത്തിരി, പ്രിൻസ് ജോയ് ആൻഡ് ജനിത് കാച്ചപ്പള്ളി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത മൂവിയാണ് മധുരം ജീവാമൃത ബിന്ദു. ഒക്ടോബർ 31 മുതൽ സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും ഒഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളം മൂവിയാണ് തയ്യൽ മിഷൻ. ഗായത്രി സുരേഷ്, ശ്രുതി ജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി CS വിനയൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് തയ്യൽ മിഷൻ. OTT പ്ലാറ്റ്ഫോമായ ടെൻകോട്ടയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി സീരീസാണ് മഹാറാണി സീസൺ 4. ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമ വെബ് സീരീസാണ് മഹാറാണി സീസൺ 4. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സോണി ലിവിലൂടെ നവംബർ 7 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മുതൽ പക്കം. വെട്രിയും ശില്പ മഞ്ജുനാഥും പ്രധാന വേഷങ്ങളിലെത്തി അനീഷ് അഷ്റഫ് രചനയും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ മൂവിയാണ് മുതൽ പക്കം. സിംപ്ലി സൗത്തിലൂടെ ഉടൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹോളി കോസ്റ്റ്. സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ഹൊറർ ഫിലിമാണ് ഹോളി കോസ്റ്റ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഒക്ടോബർ 22 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തായ് സീരീസാണ് സോം വൈവർ. ഒരു ഹൊറർ സീരീസാണ് സോം വൈവർ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 31 മുതൽ ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർപോർത്ത സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്.
ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിന്റെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് മറിയ. സായ് ശ്രീ പ്രഭാകരനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരി കെ സുധൻ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മറിയ. സിംപ്ലി സൗത്ത് ആണ് ഇതിന്റെ കമ്മിങ് സോൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടി, ജയറാം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഇതിഹാസ കാലഘട്ടത്തിലെ പുരാണ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. 125 കോടിക്ക് ആമസോൺ പ്രൈം ഇതിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 30 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹിന്ദി മൂവിയാണ് ബാരാമുള്ള. മാനവ് കോൾ, ഭാഷാ അസംബ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആദിത്യ സുഹാസ് ജാംബലെ സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബാരാമുള്ള. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി വാഷ് ലെവൽ 2. കൃഷ്ണദേവ് യാത്നിക് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഗുജറാത്തി ഭാഷയിലെ അമാനുഷിക മനഃശാസ്ത്രപരമായ ഹൊറർ ചിത്രമാണ് വാഷ് ലെവൽ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഗുജറാത്തി, ഹിന്ദി ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് മെഗൻ 2.0. ജെറാഡ് ജോൺസ്റ്റോൺ എഴുതി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണ് മെഗൻ 2.0. 2022 ഇറങ്ങിയ മെഗൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണ് മെഗൻ 2.0. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 27 ഇത് OTT റിലീസ് ചെയ്യും. ഇതൊരു തമിഴ് മൂവിയാണ് ഇഡ്ലിക്കടൈ. ധനുഷ്, സത്യരാജ്, നിത്യമേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനുഷ് രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഫാമിലി മൂവിയാണ് ഇഡ്ലിക്കടൈ. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 29 ഇത് OTT റിലീസ് ചെയ്യും. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.